ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മൂവാറ്റുപുഴയിലും പരിശോധന നടത്തി SIT. സ്പോൺസർ അജികുമാറിന്റെ വീട്ടിൽ തിങ്കളാഴ്ചയായിരുന്നു പരിശോധന. ലാൽകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മൂവാറ്റുപുഴ വാഴക്കുളത്തിന് സമീപം പിള്ളശ്ശേരിയിലെ ക്ഷേത്രത്തിന്, അതായത് ധർമ്മദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഭാഗത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITയുടെ അന്വേഷണം വന്നത്. സ്പോൺസറായിരുന്ന അജികുമാറിൻ്റെ വീട്, അജികുമാറിൻ്റെ തറവാടാണ് ഇവിടെ. അജികുമാറിൻ്റെ സഹോദരൻ അനിൽകുമാർ ചേരുന്നുണ്ട്. തിങ്കളാഴ്ചയായിരുന്നു പരിശോധന നടത്തിയത്. എന്തൊക്കെയാണ് അവർ ചോദിച്ച? രാവിലെ ഇവിടെ നടന്ന സംഭവങ്ങൾ ചോദിച്ചു. എപ്പോൾ ഇവിടെ വന്നു, എപ്പോഴായിരുന്നു ഇവിടെ പൂജ കഴിഞ്ഞത്, പൂജ ചെയ്തത് എപ്പോഴായിരുന്നു, അത് കഴിഞ്ഞ് അങ്ങോട്ടാണ് പോയത്, ഇത്തരം കാര്യങ്ങൾ ചോദിച്ചു. അത് കറക്റ്റായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊണ്ടുവന്നത് ഏത് രീതിയിലാണ്, വാഹനം ഏതാണ്? അങ്ങനെ അജികുമാറിൻ്റെ വാഹനത്തിലാണ് കൊണ്ടുവന്നത്. സ്വന്തം വാഹനത്തിൽ? ആ, സ്വന്തം വാഹനത്തിൽ. എത്ര ദിവസം ഉണ്ടായിരുന്നു ഇവിടെ? അത് രാവിലെ 10 മണിക്ക് വന്നു, വെളുപ്പിനെ 3 മണിക്ക് ഇവിടുന്ന് പോയി. ഒരു രാത്രി നീണ്ടു നിൽക്കുന്ന പൂജയാണ് സാറിന്. ഈ അയ്യപ്പൻ്റെ വിളക്ക് വെച്ച് പാട്ടം എന്നൊക്കെ പറഞ്ഞാൽ 5 മണിയൊക്കെ ആകുമ്പോഴേ തുടങ്ങുള്ളൂ. അത് തീരുമ്പോൾ വെളുപ്പിന് 3 മണിയൊക്കെ ആവും. അപ്പോൾ അവർ രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തി. അപ്പോൾ ആ കുറച്ച് സമയമാണ് അദ്ദേഹത്തിൻ്റെ കാർ പോർച്ചിൽ ഈ വണ്ടി വെയിറ്റ് ചെയ്തുള്ളൂ. അതായത് രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ പുള്ളിയുടെ വീട്ടിൻ്റെ കാർ പോർച്ചിൽ വണ്ടി വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ പരിപാടി തുടങ്ങുമ്പോൾ നേരെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടുന്ന് എടുത്ത് ഈ കാവിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് പാനപൂജയും ഉടുക്കൂട്ടുപാട്ടും വിളക്ക് വെച്ചുപാട്ടും ഒക്കെ ചെയ്ത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇത് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു ശബരിമല? പറഞ്ഞായിരുന്നു. 2 ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞായിരുന്നു, ഇങ്ങനെ പാളി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ കാവിൽ ചെയ്യണം. ഇങ്ങനെ ഈ വിളക്ക് വെച്ചുപാട്ടുള്ള സംവിധാനമൊക്കെ ഉണ്ടോ, ഈ വാഴപ്പോള കൊണ്ടൊക്കെ കെട്ടി എല്ലാ സംവിധാനം ചെയ്ത് ഇപ്പോൾ ഉടുക്കൂട്ട് പെട്ടുന്ന ആൾക്കാരെയൊക്കെ പോയി വിളിച്ചുകൊണ്ട് വന്ന് എല്ലാം ഞങ്ങൾ റെഡിയാക്കി. അതൊക്കെ അന്ന് മണ്ഡലക്കാലം അല്ലാത്തതുകൊണ്ട് ഇവരെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമ്മൾ എല്ലാം റെഡിയാക്കി ഭംഗിയായിട്ട് ഇവിടെ ചെയ്ത് നാട്ടുകാരെല്ലാം പങ്കെടുത്താണ് ഇവിടുന്ന് പോയത്. ഈ വാഹനത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇതിൻ്റെ സെക്യൂരിറ്റി അങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടി, അദ്ദേഹത്തിൻ്റെ കുറേ ഫ്രണ്ട്സുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ. എല്ലാവരും ശബരിമലയ്ക്ക് പോകുന്നതുകൊണ്ട് സ്വാമിയുടെ വേഷം ആയതുകൊണ്ട് നമുക്ക് ആരെയും അങ്ങനെ തിരിച്ചറിയാൻ പറ്റിയില്ല. ഈ ഇത് സ്വർണ്ണപ്പാളിയാണ് എന്നുള്ള കാര്യം അന്നേരം അറിയാമായിരുന്നല്ലോ. അത് അവിടെ സ്പോൺസർ ചെയ്ത സ്വർണ്ണപ്പാളിയാണ്, അത് മെയിൻ്റെനൻസിന് കൊണ്ടുപോയതാണ്, അതൊക്കെ കൊണ്ടിരുന്നത്, ആ കാര്യങ്ങളൊക്കെ അന്നേരം സഹോദരൻ പറഞ്ഞു? ഇല്ല, അതൊന്നും പറഞ്ഞില്ല. അതായത് ധാരാളം ശില്പം ഇങ്ങനെ സ്വർണ്ണം പൂശി കൊണ്ടിരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇന്നലെ അതിനെപ്പറ്റി നമുക്ക് അറിയാമെങ്കിൽ കൂടുതൽ ചോദിക്കണം. അന്നൊന്നും അറിയില്ല. ധാരാളം ശില്പം ഇങ്ങനെ സ്വർണ്ണം പൂശി കൊണ്ടിരുന്നുണ്ടെന്ന് പറഞ്ഞു, റെഡി എന്ന് പറഞ്ഞു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കേസ് എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ചയോടെ പരിശോധനയ്ക്ക് എത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.